ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിയാണ്. അപ്പൊ ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കനകദുർഗയുടെയും ഗോവിന്ദന്റെയും ഒക്കെ തീരുമാനം കേട്ടാകപ്പാടെ ഞെട്ടി നിൽക്കുകയാണ്. തൻ്റെ മരുമകളെ ഇനി ഇങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ ദേവയാനി തൻ്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങണം. അല്ലാത്ത പക്ഷം ഇങ്ങോട്ടേക്ക് അയക്കില്ല, അനന്തപുരി തറവാട്ടിലേക്ക് അയക്കില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ജലജയാണ് പറഞ്ഞത്, അഭിയാണ് ജലജയോട് പറഞ്ഞത്. അപ്പൊ അതിന് മാത്രം എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോ എന്ന് അറിയില്ല. എന്നാ പിന്നെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ എടുത്ത് നമ്മുടെ നയനെ വിളിച്ചു. അപ്പൊ നയന ഫോണ് വന്ന ഉടനെ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി എന്താ അമ്മ അവിടെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ദേവയാനി പറഞ്ഞു, മോളെ ഇവിടെ സുഖമായിട്ടിരിക്കും അമ്മ. അല്ല, ഞാനിപ്പം വിളിച്ചത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് കനകദുർഗ അങ്ങ് വന്ന് ഫോൺ മേടിക്കുക. കനകദുർഗ ഫോൺ മേടിച്ചിട്ട്, ഇതാര്, ദേവയാനി ചേച്ചിയോ? അല്ല ദേവയാനി ചേച്ചി, ദേവയാനി ചേച്ചി എന്താ ഈ സമയത്ത് വിളിച്ചത്? അല്ല, എൻ്റെ മകളെ അങ്ങനെ വിളിക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ, എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു കനക, അത് സത്യമാണോ എന്ന് അറിയാനാ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്. എന്ത് കാര്യമാ അറിഞ്ഞത് ദേവയാനി ചേച്ചി? അത് പിന്നെ വേറൊരു കാര്യമല്ല, നീ നിന്റെ മകളെ ഇങ്ങോട്ടേക്ക് വിടില്ലെന്നോ, നീ എന്തോ പ്രതിജ്ഞ എടുത്തെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. ഓ ഓ ഓ ഓ ഓ മനസ്സിലായി. അത് പിന്നെ ഒരു കാര്യം പറയാമല്ലോ ദേവയാനി ചേച്ചിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ ഇപ്പം. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് എൻ്റെ മകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? എൻ്റെ മകൾ അവിടെ വന്ന് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ആദർശിന്റെ അമ്മയ്ക്ക്. പിന്നെ എന്തിനാ ആദർശിന്റെ അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ച് മകളെ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്? പിന്നെ ഇതെന്റെ തീരുമാനമല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ഗോവിന്ദേട്ടന്റെ തീരുമാനം. ഗോവിന്ദേട്ടൻ അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. പക്ഷെ എടുത്ത തീരുമാനം ഒരു ഒന്നൊന്നര തീരുമാനമായിപ്പോയി. പിന്നെ ആ തീരുമാനത്തിന് എന്താ തെറ്റിരിക്കുന്നത്? എൻ്റെ മകള് ഒട്ടും അർഹതയില്ലാതെ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത്. ഏതു നേരവും അത് ആദർശമോന്റെ അമ്മ പറയാറുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത സ്ഥലത്ത് എൻ്റെ മകളെ എന്തിനാ ഇനി ഞങ്ങൾ നിർത്തണത്? ഗോവിന്ദേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. അവിടെ എൻ്റെ മകളെ ആർക്കും ഇഷ്ടമല്ല, ആകെ ഇഷ്ടം മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനൊക്കെയാ. അവർക്കൊക്കെ വേണമെങ്കിൽ ഇനി ഇവിടെ വന്ന് കാണാം. അല്ലാതെ ഇനിയിപ്പം അനന്തപുരി തറവാട്ടിലേക്കൊരു തിരിച്ചുവരവ് എൻ്റെ മോള് അങ്ങനെ ചെയ്യില്ല. അവളോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവള് ഞങ്ങൾ പറയുന്നതേ കേൾക്കൂ. അതാ പറയുന്നത്, ഇനി ദേവയാനി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. സന്തോഷത്തോടു കൂടി അനന്തപുരി തറവാട്ടിൽ ജീവിക്കാം. മരുമകളുള്ളതൊക്കെയാണല്ലോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ. പിന്നെ കരള് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടാന്നേ. എന്നാ പിന്നെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങ് ജീവിച്ചോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ മകളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ല. അല്ലാത്ത പക്ഷം പറഞ്ഞല്ലോ, ദേവയാനി ചേച്ചി എന്ന് മരുമകളായിട്ട് അംഗീകരിക്കുന്നു അന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം. അതിന് പറ്റില്ലല്ലോ. ആദർശ് മോന് വേണ്ടി വിട്ടുവീഴ്ചകൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവയാനി ചേച്ചി എൻ്റെ മകളെ സ്നേഹത്തോടു കൂടി ഇവിടുന്ന് വിളിച്ചോണ്ട് പോകില്ലെന്ന് എനിക്കറിയാം. ആദർശിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകും. വേണ്ട, ഇനി അത് വേണ്ട. ആദർശിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ആദർശ് മോന്റെ വീടല്ലേ ഇപ്പൊ ഇത്, ഇവിടെയല്ലേ ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദർശിന് ഏത് നേരം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, നയനെ കാണാം. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതെ, ഇപ്പൊ ഇവിടെ ഒരുപാട് പണിയുണ്ടെന്നേ, ഒരു ഗർഭിണിയുള്ള വീടല്ലേ. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കുകയാണേ എന്നും പറഞ്ഞ് നമ്മുടെ കനകി അങ്ങ് ഫോണും കട്ട് ചെയ്തു. അയ്യോ, നമ്മുടെ നയന ഇതമ്മ എന്താ ഈ കാണിച്ചത്? എന്തിനാ ഇങ്ങനെയൊക്കെ അമ്മയോട് വിളിച്ച് പറഞ്ഞത്? അത് പിന്നെ ഓഹോ, നിന്റെ ഈ വേദന കണ്ടിട്ടുണ്ട് ഓർക്കൂല്ലോ. നീ ഏതാണ്ട് അവിടെ പോയി നിന്നപ്പോ അവര് നിന്നെ അങ്ങോട്ട് പൊന്നിട്ടങ്ങ് സ്വീകരിക്കുകയോ ചെയ്തതെന്ന്. എടി, നിന്നെ കാണുമ്പം അശോകിന് വന്ന് കിടക്കുന്ന അമ്മായിയമ്മയോടല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അത് പിന്നെ ഇപ്പം എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇത്രയും ദേഷ്യമൊന്നും ഇല്ലെന്നേ. ദേഷ്യം പതുക്കെ മാറിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇത് വേണ്ടായിരുന്നമ്മേ. ഇത് വേണമായിരുന്നു. കാരണം നിന്റെ അച്ഛൻ പറഞ്ഞു, നീ കേട്ടതാണല്ലോ. നിന്റെ അച്ഛൻ അങ്ങനെ ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും തീരുമാനം എടുക്കുന്ന ആളല്ല. ആലോചിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന ആളാ. പിന്നെ ഞങ്ങളെയൊക്കെ ധിക്കരിച്ച് ഞങ്ങളുടെ മോൾക്ക് വേണേ പോകാട്ടോ. അനന്തപുരി തറവാട്ടിൽ പോയി നിൽക്കുകയും ഭർത്താവിന്റെ വീട്ടുകാരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ പിന്നെ സ്വന്തം വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കരുത്. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാല് പിന്നെ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല. അച്ഛൻ പറയുന്നത് കേട്ട് അനുസരിച്ച് പോകുകയാണെങ്കിൽ മോക്ക് ഇവിടെ നിൽക്കാം. മോക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മൂർത്തീസ് ജ്വല്ലറിയിലും പോകാം. ആദർശ് മോനും ഇവിടെ ഇടയ്ക്ക് വരും. പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? അനന്തപുരി തറവാട്ടിലേ ചെന്ന് ജീവിക്കുള്ളൂ എന്ന് വെച്ചാൽ മോളൊരു കാര്യം ചെയ്യും. മോള് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പൊക്കോ.
പക്ഷെ മേലാല് ഞങ്ങളുമായിട്ടൊരു ബന്ധം കാണില്ല. ദേ അറിയാലോ, ഈ കനക മുറിച്ചിട്ടതാ, പിന്നെ ഒരിക്കലും അത് കൂടി ചേരില്ല. അതുകൊണ്ട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ നിന്റെ അമ്മായിയമ്മയുടെ ഇളക്കം അത് ചില്ലറയല്ല. ആ ഇളക്കത്തിനെ കുറച്ച് ഇതൊക്കെ ഉണ്ടാകട്ടെ. അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞു ദേവയാനി അല്ല കനകി അങ്ങ് പോയി. നമ്മുടെ നയനെ ആകെപ്പാടെ വിയർത്ത് വല്ലാണ്ട് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. അമ്മായിയമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനിയാണ്. അപ്പൊ ദേവയാനി ഫോണൊക്കെ വിളിച്ചിട്ട് ദേവയാനിക്കും അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. ദേവയാനി ആണെങ്കിലും ആകെ പരവശപ്പെട്ട് വേർത്ത് കുളിച്ചൊക്കെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദന്റെ അടുത്തേക്ക് കനക വരികയാണ് കേട്ടോ. എന്നിട്ട് കനക പറയാ, അതെ ഗോവിന്ദേട്ടാ, അമ്മായിയമ്മയും മരുമകളും കൂടി നമ്മളെ വിഡ്ഢികളാക്കിയില്ലേ, അതിപ്പോ രണ്ടാളും നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അതിൽ സഹതാപത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല. ആദർശനോട് പോലും നയനി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറ്റിക്കുമ്പോ തിരിച്ചും നമ്മളൊന്ന് പറ്റിക്കണമല്ലോ. അല്ല, ആദർശനോട് പറയണമെന്നൊക്കെ ഉണ്ടാകും. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വിളറി വെളുത്ത് നിൽക്കാനുള്ള മടി കാരണം അമ്മായിയമ്മ മരുമകളെ ചട്ടം കെട്ടി കാണുന്നേ, ഇതിപ്പോ പറയരുതെന്ന്. എന്നിട്ട് എത്ര നന്നായിട്ടാ രണ്ടുപേരും അഭിനയിക്കുന്നത്. നമ്മുടെ മോൾക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമോ കരകെ? അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് പറയാ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നത് കേട്ടോ. എവിടെ? നമ്മുടെ നന്ദാവനത്തില്. ഏതായാലും നന്ദാവനത്തിലെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ആദർശ് തന്നെയാണ്. അപ്പോഴത്തേക്കും അയ്യോ സോറി, ആദർശ് അല്ലാട്ടോ, നമ്മുടെ അഭിയാണ് കേട്ടോ. അഭിയാണ് വരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ കനക പറഞ്ഞു, ഇത് എന്തു പറ്റി ഗോവിന്ദേട്ടാ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളാണല്ലോ വരുന്നത്. അഭി ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. അഭിയോ? ആഹാ, ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ള വരവാണോ? അപ്പൊ പെട്ടെന്ന് അഭിനെ കണ്ടതും നമ്മുടെ കനകയും ഗോവിന്ദനും പറഞ്ഞു, ബാ മക്കളെ കയറി വാ, വന്നിരിക്കുക എന്ന് പറഞ്ഞ് അകത്ത് കയറ്റി ഇരുത്താം. എന്നിട്ട് അഭി പറഞ്ഞു, നവ്യനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, അവളെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവക്ക് എൻ്റെ മേലിൽ ഉള്ള ഒരു സംശയം ഒന്ന് മാറ്റണം. അവക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. മോനെ സംശയിക്കാതെ എങ്ങനെ ഇരിക്കും? 7ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്തേക്ക് വരുന്നതും വിളിക്കുന്നതും ഒക്കെ അവൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. വേറെ ആരും അടുത്തുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും സ്വന്തം ഭർത്താവിന് പകരമാവില്ലല്ലോ. അതെനിക്കറിയാം. എൻ്റെ അമ്മ പറഞ്ഞില്ലെങ്കിലും എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും അത് ഏതു നേരവും പറയാറുണ്ട്. ഓഹോ, അപ്പം അവർക്ക് വേണ്ടിയിട്ടാണോ മോൻ വരുന്നത്? അയ്യോ, ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ 100% സന്തോഷത്തോടു കൂടി തന്നെയാ അവളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. നവ്യ വിളിച്ചപ്പം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടാലോ. ഏട്ടത്തി അങ്ങോട്ട് വിടുന്നില്ലെന്നോ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അത് പിന്നെ തൽക്കാലം വിടുന്നില്ലെന്ന് തന്നെ തീരുമാനം. 7ാം മാസം ചടങ്ങ് നടന്നപ്പം ആദർശന്റെ അമ്മ മോളോട് സംസാരിക്കുന്നത് പെരുമാറുന്നതും ഒക്കെ മോനെ അഭി നീയും കണ്ടതല്ലേ. എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് പോലും അമ്മായി അമ്മയ്ക്ക് മരുമകളോട് ഒരു സ്നേഹവും ഇല്ല. അന്യ പെൺകുട്ടികളോട് സംസാരിക്കുന്നത് പോലെയല്ലേ സംസാരിക്കുന്നത്. പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് വിടുന്നത്? അത് ശരിയാ. എങ്കിലും ഏടത്തി ഇല്ലാത്ത വീട് ഉറങ്ങിയ വീടാണെന്ന മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ മോനെ. പറയേണ്ടവര് പറയണം. അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അത് ആദർശേട്ടൻ ഏടത്തിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആദർശ് ഇവിടെ വന്ന് കണ്ടോട്ടെ. അവർക്ക് ഇവിടെ വന്ന് കാണാമല്ലോ. അല്ലാതെ ആദർശിന്റെ അമ്മ മോളെ ഇത്രയും വെറുക്കുന്ന സ്ഥിതിക്ക് ഇനി മോളെ അങ്ങോട്ടേക്ക് തള്ളിവിടുന്നത് ഒട്ടും ശരിയല്ല. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളായിട്ട് ചെയ്തു വെച്ച ബന്ധമാണ്. ആ ബന്ധം രണ്ടായി പോകരുത് എന്ന ഒരാഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ആദർശിന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ മോളെ പറഞ്ഞു വിടില്ല. അല്ല, അത്രത്തോളം അവരൊക്കെ അംഗീകരിച്ച് തരുമെന്നൊന്നും അറിയില്ലല്ലോ. അതിപ്പോ ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഈ നിലപാടിന് ഒരു മാറ്റവും ഇല്ല അഭിമോനെ. ഞങ്ങളുടെ ഈ നിലപാട് ഉറച്ചതായിരിക്കും. ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അല്ല, നവ്യ എവിടെ? നവ്യനെ കണ്ടില്ലല്ലോ. അല്ല, മോളകത്തുണ്ട്, മോൻ പോയി കണ്ടോ എന്നിങ്ങനെ പറയാം. അപ്പം മോൾ അഭിയും പറഞ്ഞു, ഞാൻ അകത്തേക്ക് പോയി കണ്ടോളാന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അപ്പൊ നമ്മുടെ കനക ഗോവിന്ദനോട് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അമ്മ മോനെ പറഞ്ഞു വിട്ടതായിരിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല. ജലജയും മോനും അല്ലേ. ചിലപ്പം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാത്രമുള്ള വരവായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് സ്നേഹത്തോടുള്ള വരവൊന്നും അല്ല എന്നിങ്ങനെ നമ്മുടെ കനക പറയാ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നവ്യ ഞെട്ടിക്കുന്ന കാഴ്ച നവ്യ കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ അഭി വന്ന് നിൽക്കുകയാണ്. ഏതായാലും അഭിയെ കണ്ട ഉടനെ തന്നെ ഒരു വല്ലാത്ത ഞെട്ടാണ് കേട്ടോ നമ്മുടെ നവ്യ ഞെട്ടിയിരിക്കുന്നത്. അങ്ങനെ അഭിയെ കണ്ട ഉടനെ ഇതെന്താ അഭി, നീ വരുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി അകത്തേക്ക് വന്നു. അതെ, ഞാൻ വിളിക്കില്ല, ഞാൻ ഇങ്ങോട്ടൊന്നും വരത്തില്ല എന്നായിരുന്നല്ലോ നിന്റെ പരാതി. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? ഞാൻ നേരിട്ട് വന്നിരിക്കുക, എന്നെ കാണുന്നില്ലേ? അത് പിന്നെ എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ
അബി ഇങ്ങോട്ട് വന്നത്? കാര്യസാധ്യത്തിന് വരാൻ നിന്റെ അച്ഛൻ എന്താ കോടീശ്വരനാണോ? ഞാനൊരു 50 ലക്ഷം ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ എടുത്ത് തരുമോ? അല്ല, നീ സ്നേഹിക്കുമ്പം കൂടുതൽ ഭയക്കണം, അതുകൊണ്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി വിളിക്കാതിരിക്കാം, വരാതിരിക്കാം, അതുപോലെ നിനക്ക്. ഉഫ്, നിന്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അഭി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. 7-ാം മാസത്തിലെ ചടങ്ങ് നീ കുളവാക്കിയില്ലേ? മുല്ലപ്പൂ വാങ്ങി തരാന്ന് പറഞ്ഞു പോയിട്ട് അതുപോലും നിന്നെ കൊണ്ട് പറ്റിയില്ല. പിന്നെ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ നയന, അതൊക്കെ ഇനി എന്തിനാ പറയുന്നത്? ഇനി അതൊന്നും പറയണ്ട. അല്ല, ഞാൻ നിന്നെ വിളിച്ചപ്പം എൻ്റെ അച്ഛനും അമ്മയും നയനെ അങ്ങോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ സന്തോഷത്തിലാണോ നിന്റെ അമ്മ ഇങ്ങോട്ട് നിന്നെ പറഞ്ഞു വിട്ടേക്കുന്നത്? ആണോ? ഓഹ്, നീ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലും നിന്റെ പ്രസവം കഴിഞ്ഞാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല. നിന്റെ മേലിലുള്ള സംശയം മാറാനേ സമയം എടുക്കും അബി. അതുപോലെ നീ ഇതുവരെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുള്ളത് നിനക്കറിയാലോ. അത് പിന്നെ ഇനി 1-2 മാസം കഴിഞ്ഞ പ്രസവം നടക്കുമല്ലോ. ആ സമയത്ത് മനസ്സമാധാനമായിട്ട് സന്തോഷത്തോടെ കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ സമാധാനിപ്പിക്കാൻ. അങ്ങനെയെങ്കിൽ എന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് വേണം പറയാൻ. എന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്റെ ഭർത്താവ് മാറാനായിട്ട്. അത് പിന്നെ നബിയെ, എൻ്റെ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വരുന്നതിൽ. ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞതുമില്ല. പക്ഷേ ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റിയേ പറ്റൂ, അല്ലേ? എല്ലാവരും പറയുന്ന പോലെ ഞാൻ മാറണം. ഇത് 100% ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അല്ല അബിക്ക് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട ഇപ്പം, നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നബി എന്ത് ചെയ്യുന്നു? ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ ഹബി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, എടി നിന്നെ പോയിട്ട് ആരെയും എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ലടി, വൃത്തികെട്ടോളെ. ഇതൊക്കെ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്യുന്നതാ, ഇതൊക്കെ ചെയ്തല്ലേ എനിക്കിപ്പോൾ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അഭി ഇങ്ങനെ ഒരു ടൗണിൽ ചെന്ന് ഇറങ്ങുമ്പോൾ മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു കുഞ്ഞിനെയും കൊണ്ട് ഗൾഫിൽ നിന്ന് വന്ന പെൺകുട്ടി, ആ പെൺകുട്ടി വന്ന് അഭി എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ നമ്മുടെ അഭി, എൻ്റെ ഈശ്വരൻ, ഞാൻ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു, അവളുടെ മുമ്പിൽ തന്നെയാണല്ലോ ഞാൻ വന്ന് ചാടിയത് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പറിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ അഭി വന്ന ഉടനെ അത് പിന്നെ നീ എങ്ങോട്ടേക്കായിരുന്നു? അല്ല, നീ എന്നെ കാണാതെ മുങ്ങി നടക്കുകയാണോ? നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു. ഏതായാലും നിന്നെ കണ്ടല്ലോ. അല്ല, നിന്റെ തീരുമാനം എന്തായി? അത് പിന്നെ നമ്മുടെ മോളെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എന്നിട്ട് തയ്യാറെടുപ്പ് എവിടെ വരെ ആയി? എവിടെയെങ്കിലും എത്തിച്ചേർന്നോ? നീ ഇപ്പം കല്യാണ വിളിയൊക്കെ ആയിട്ട് ഓടി നടക്കുമായിരിക്കും അല്ലേ? അല്ല, അതിന്റെ തിരക്കിൽ നിനക്ക് സമയമുണ്ടോ? അല്ല, കല്യാണ ഡേറ്റ് എടുത്തോ? അതിന് ചിങ്ങം 10-ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അന്ന് എനിക്ക് മണ്ഡപത്തിലേക്ക് കുഞ്ഞുമായിട്ട് കടന്നു വരേണ്ടി വരുമോ? അങ്ങനെ ഒരു അവസരം നീ ഉണ്ടാക്കി തരുമോ എനിക്ക്? എൻ്റെ കഴുത്തിൽ താലിയൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. അതിനേക്കാളും വലിയ തെളിവാണല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്. അങ്ങനെ ഞാൻ കുഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നിന്റെ കല്യാണം പൊളിയും. അത് നിനക്കറിയാലോ. നിന്റെ കല്യാണം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ നിന്റെ മുത്തശ്ശന്റെ മുഖത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ആ സംഭവം. അതിലേക്കൊന്നും ഞാൻ കാര്യം കൊണ്ട് എത്തിക്കില്ല. നീ എന്നെ ഒന്ന് വിശ്വസിച്ചേ അനഘ. ഈ ലോകത്ത് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് നിന്നെ മാത്രമാ. നിന്നെ ഒറ്റ ഒരുത്തനെ എനിക്ക് വിശ്വാസമേ ഇല്ല. കാരണം നിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടു വഴിക്ക. ഒന്ന് പറയും, ഒന്ന് പ്രവർത്തിക്കും. നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട്. ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതൊക്കെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ജീവിതം തകർക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് സേഫ് ആക്കണം. എൻ്റെ രോഗത്തിന് മുന്നിൽ ഞാൻ നിസ്സഹായാണ്. എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചേ പറ്റൂ. അവൾ ഒരു അനാഥാലയത്തിലേക്ക് പോകുന്നൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവളുടെ അച്ഛനുണ്ടല്ലോ, പിന്നെ എന്തിനാ അവൾ അനാഥാലയത്തിലേക്ക് പോകുന്നത്? അതൊക്കെ എനിക്കറിയാം. നീ എന്തിനാ അനഘ കൂടെ അതൊക്കെ സംസാരിക്കുന്നത്? പിന്നെ സംസാരിക്കാതെ, അല്ല, എന്നെ നീ കല്യാണം വിളിക്കുന്നില്ലേ? അത് പിന്നെ നിന്നെ ഞാൻ എങ്ങനെ കല്യാണം വിളിച്ചില്ലെങ്കിലും കല്യാണത്തിന് ഞാൻ വരും. അതിനു മുമ്പ് എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ശല്യമൊന്നും ചെയ്യില്ല. ഞാൻ ഒഴിഞ്ഞു മാറിയങ്ങ് നടന്നോളാം. നിന്റെ കല്യാണവും കഴിഞ്ഞ് സദ്യവും കഴിച്ച് മാന്യമായിട്ടങ്ങ് ഞാൻ പോകും. അല്ലെങ്കിൽ അറിയാലോ, അല്ലെങ്കിൽ ഈ അനഘ ആരാന്ന് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. നീ അറിയാലോ. നീ പിന്നെ എന്നെ വഞ്ചിച്ചില്ലെങ്കിലും എനിക്ക് ആയുസ് കുറവാ. കുറഞ്ഞ ആയുസ്സിൽ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം. പിന്നെ നീ കെട്ടുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ കല്യാണമൊന്നും ഞാനൊരു വിഷയമായിട്ട് എടുക്കണില്ല. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ എൻ്റെ മോളെ എൻ്റെ സങ്കടം. എൻ്റെ മോളെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഞാൻ ഏതറ്റം വരവെങ്കിലും പോകും. പിന്നെ എൻ്റെ മോളുടെ കാര്യം അത് നീ പരിഹരിച്ചേ പറ്റൂ. അത് പരിഹരിക്കാതെയാണ് നീ മുന്നോട്ടേക്ക് പോണത് എങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഞാൻ പോവാ. ഇതെല്ലാം നിന്റെ മനസ്സിൽ കിടക്കട്ടെ.
കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ മോളെ നീ അംഗീകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ അനഘ വണ്ടി കയറി അങ്ങ് പോവുക. അഭി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിനെ ആദർശിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനി വല്ലാത്ത ടെൻഷനിൽ ഇരിക്കുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ആദർശിനെ കണ്ട ഉടനെ തന്നെ, എടാ മോനെ, നിന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല നിന്റെ ഭാര്യ വീട്ടുകാർക്കും അഹങ്കാരം വന്ന് തുടങ്ങി, അത് നിനക്ക് മനസ്സിലായോ? അല്ല എന്താമ്മേ, എനിക്ക് മനസ്സിലായില്ല. നവ്യയുടെ 7ാം മാസ ചടങ്ങിന് അവരിവിടെ വന്നപ്പം ഞാൻ അവരോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്തെന്നാ പറയുന്നത്. അങ്ങനെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് നിങ്ങൾ കേട്ടോ? ഞാൻ എന്നും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാ സംസാരിച്ചത്, അതറിയാലോ. അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ അമ്മ സംഭവിച്ചത്? എന്താ അവളെ ഇങ്ങോട്ടേക്ക് വിടത്തില്ലെന്നോ മറ്റും പറഞ്ഞോ? പറഞ്ഞു, അവളെ ഇങ്ങോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞു. മരുമകളെ സ്നേഹിക്കാത്ത അമ്മായിയമ്മയുള്ള വീട്ടിലേക്ക് അവളുടെ അച്ഛനും അമ്മയും അവളെ വിടുന്നില്ലെന്നത്രേ. അങ്ങനെയാ പറഞ്ഞത്. അല്ല നയനി എന്താ പറഞ്ഞത്? അവള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൾ എന്ത് പറയാനാ? അവൾ ഇതൊരു മുതൽക്കൂട്ടാക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അവളുടെ നിയന്ത്രണം നിന്റെ കയ്യില, അല്ലാതെ അച്ഛന്റെ അമ്മയുടെ കയ്യിലല്ലേ. അതുകൊണ്ട് നീ പറയേണ്ട രീതിയിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. അല്ലാതെ അല്ലാതെ ഇതൊക്കെ അത്രയ്ക്ക് ശരിയുള്ള കാര്യമല്ല. അല്ല അവരങ്ങനെയൊന്നും പറയേണ്ടതല്ലല്ലോ അമ്മ, പിന്നെ എന്താ പറ്റിയത്? അല്ല നേരത്തെ അവളുടെ വീട്ടിൽ പോയി നിന്നപ്പം ഞാൻ പോയി വിളിച്ചോണ്ട് വന്നിരുന്നല്ലോ, അതുകൊണ്ട് ഇനിയും അങ്ങനെ ചെല്ലുന്നായിരിക്കും വിചാരിക്കുന്നത്. ഏതായാലും അമ്മ പോയി അവളെ വിളിച്ചോണ്ട് വന്നതല്ലേ, ഇനി ഇനി അമ്മ പോവണ്ട. 7ാം മാസം അവര് വന്നപ്പോ ഉണ്ടല്ലോ, അമ്മയ്ക്ക് അവരോട് കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കത്തില്ലായിരുന്നോ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെ നീ ആയിട്ട് എന്നെ മാറ്റാൻ ശ്രമിക്കണ്ട. നീ പോയി വിളിച്ചാലേ അവള് നിനക്കൊപ്പം വരണം. അങ്ങനെ വന്നില്ലെങ്കിലേ അവള് സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ നിന്നോട്ടെ. അല്ല അവളുടെ സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ നിന്നാല് അത് ഇവിടെ പലർക്കും വിഷമാവൂലമ്മേ. അന്ന് വെച്ച് ഇതിനൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല ആദർശേ. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്നെ കിട്ടില്ല. നയനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഫോൺ പിടിച്ചു മേടിച്ചിട്ടാ അവളുടെ അമ്മ ഒരു പേടിയില്ലാതെ എന്നോട് സംസാരിച്ചത്. നിനക്കറിയാമോ? ഇനി അവളെ ഇങ്ങോട്ട് വിടത്തില്ല എന്നും എന്നോട് പറഞ്ഞു. അല്ല അപ്പം നയനയുടെ അമ്മയും സംസാരിച്ചോ? സംസാരിച്ചെന്ന് മാത്രമല്ല, കനകയുടെ അവളുടെ ഭർത്താവിന്റെയും തീരുമാനം എന്നോട് പറയുകയും ചെയ്തു. ഉറപ്പിച്ച തീരുമാനമാണ്. അല്ല എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാം. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ചെന്ന് അവളുടെ കാലൊന്നും പിടിക്കുമൊന്നും വേണ്ട ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അവര് വിടില്ല എന്ന് പറയുമ്പം നയന് വന്നില്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതണം. അവൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പോയി വിളിച്ചാൽ അവൾ വരാതിരിക്കത്തില്ല അമ്മേ, ഉറപ്പായിട്ട് നയന ഞാൻ പോയി വിളിച്ചാൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ദേവയാനി എൻ്റെ ഈശ്വര, ഒന്ന് വന്നാൽ മതിയായിരുന്നു. എൻ്റെ വിശ്വാസം അത് തന്നെയാ. മോളും ഇപ്പൊ വിഷമത്തിലായിരിക്കും എന്നെ കാണാതെ. എൻ്റെ മോളെ കാണാൻ കൊതിയാവുകയാണല്ലോ. ഏത് സമയത്താണോ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടാക്കാൻ തോന്നിയതും എൻ്റെ മോളെ കൊണ്ടുപോയതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി നമ്മുടെ ദേവയാനി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.